ഹായ് ഗൈസ്, നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളെ കേരളത്തിൽ ഇപ്പൊ എന്തൊക്കെയല്ലേ നടക്കുന്നത്? ഓരോരോ കാര്യങ്ങൾ, ഒരു സൈഡിലെ ഓരോരോ വാർത്തകൾ. കൊച്ചിയിൽ ഫേസ് ക്രീം മാറ്റിവെച്ചെന്ന് ആരോപിച്ച് അമ്മയെ ക്രൂരമായി ആക്രമിച്ചു മകൾ. കമ്പിപ്പാറ കൊണ്ട് അമ്മ സരസുവിന്റെ വാരിയിൽ അടിച്ച് തകർത്തു. മകൾ നിവ്യയെ അവളുടെ പേര് നിവ്യ, അതും ഫേസ് ക്രീമിന്റെ പേരാണ്. തന്ത അറിഞ്ഞിട്ട പേരാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്കൊരു കോമഡി പറയാനുള്ള ഒരു മൂഡിലല്ല ഞാൻ, എന്നാലും ചെന്ന് പറഞ്ഞു പോകുന്നത്. കാരണം സ്വന്തം അമ്മയെ കമ്പിപ്പാര കൊണ്ട് വാരിയിൽ അടിച്ച് പൊട്ടിക്കുന്നു. കാരണം ഇപ്പൊ ഒരു വീഡിയോ വിശ്വസിക്കുന്നതിനെ കാട്ടി ഇങ്ങനത്തെ വീഡിയോ വിശ്വസിക്കാനാണ് കൂടുതൽ പാട്. ഇത് റിയൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈഗിൾ ഗെയിമിംഗിന്റെ ഇഷ്യൂ എടുത്താലും നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് വരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അടുത്തത് ഞാൻ എത്തിപ്പോയ കാര്യം. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് കിട്ടുകൊണ്ടിരിക്കുന്നത്. 15 വയസ്സ്. 15ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്തോ ചെയ്യുവാണെന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ ചോദിച്ചു നോക്ക്. എന്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ തന്തയുടെ തള്ളയുടെ അടി പേടിച്ച് വീട്ടിയിരിക്കുന്ന പ്രായം. ഞാൻ എല്ലാരും പറയുന്നതല്ല, ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ പിഴച്ചവന്മാരുണ്ടല്ലോ, ഈ 15 വയസ്സൊക്കെ ഉള്ളെന്ന് പറഞ്ഞില്ലേ, സ്വന്തം അമ്മയുടെയും പെങ്ങളെയും ഫോട്ടോസ് അത് വേറെ രീതിയിൽ എടുത്ത് പൈസയ്ക്ക് അത് ഉപയോഗിച്ച് ന്യൂഡാക്കി അത് പ്രചരിപ്പിക്കുന്നു, വിൽക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നെ കൊണ്ട് കുറച്ച് പാടായിരുന്നു. പിന്നെയാണ് ഈ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് പിന്നെയാണ് ഞാൻ പയ്യെ അക്സെപ്റ്റ് ചെയ്തെടുത്തത്. നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലെങ്കിലും വഴിക്കൂടി പോകുന്ന ആൾക്കാരെ വേറെ വെച്ച് വിൽക്കുന്ന കാലഘട്ടത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ കൈകാര്യം ചെയ്തതൊക്കെ ഹാൻഡിൽ ചെയ്ത് ഇതുപോലത്തെ കൊച്ചു പിള്ളേരെന്ന് പോലും പറയാൻ പറ്റത്തില്ല, പിള്ളേർ കാണിക്കുന്ന പരിപാടിയല്ലേ ഇത്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതിപ്പോ ഈ ഒരു 15 വയസ്സുകാരന് ഒരുത്തരം മാത്രമേ കിട്ടുള്ളൂ. ഇവന്റെ പ്രായത്തിൽ എത്ര പേര് കാണുമായിരിക്കും? ഇവനെ കാട്ടി പ്രായം കുറഞ്ഞ എത്ര പേര് കാണുമായിരിക്കും? പ്രായം കൂടിയവരെ വീട്. കാരണം പറഞ്ഞാൽ മനസ്സിലാവുന്നവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് വേണ്ട രീതിയിൽ ലീഗലി ആയാലും എങ്ങനെയാണെങ്കിലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പിള്ളേരുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവന്മാരെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവന്മാരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കണം. എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഞാൻ സത്യം ചെയ്ത് പറയുന്നത്, എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇവന്മാരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം എടുത്തിട്ട് ഞാൻ എക്സ്പോസ് ചെയ്യും. എനിക്ക് ഒരു കണിച്ചോരയില്ല ഈ ഒരു കാര്യത്തിൽ. ഇന്നിങ്ങനെ നമ്മൾ ഇവന്മാരെയൊക്കെ എക്സ്പോസ് ചെയ്ത് വിട്ടാൽ ഇവന്മാരെ തന്നെ തന്നെ ചിലപ്പോൾ ഇവന്മാർക്ക് സപ്പോർട്ട് ചെയ്യും. എന്റെ മോന് വയ്യാത്തതാണ്, എന്റെ മോന് പ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്റെ മോൻ പ്രാന്തനാണ്, എന്റെ മോന്റെ തന്ത ചാവറായി, എന്റെ മോന്റെ കുഞ്ഞമ്മയുടെ നായർ നൂല് കെട്ടാണ്, എന്റെ മോന്റെ അമ്മ കുഴി കാലിനിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ സ്റ്റേജിൽ നിന്ന് ഇത് വലിയൊരു സ്റ്റേജിലോട്ട് പോകും. കാരണം നിങ്ങൾ കാണുന്ന വാർത്ത ഉണ്ടല്ലോ, 14 വയസ്സുകാരിനെ ഒരു 16 വയസ്സുകാരൻ ബലാത്സംഗം ചെയ്ത് കൊന്നു, പീഡിപ്പിച്ച് കൊന്നു. എന്തൊക്കെയാണ് കേൾക്കുന്നത്? വിശ്വസിക്കാൻ തന്നെ പാടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. സ്വന്തം അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല ചെയ്യാനുള്ളത്. നമ്മൾ ഇതിന്റെ വലുത് ചെയ്യണം. പക്ഷെ അതിനുള്ള റൈറ്റ്സ് നമുക്ക് നമ്മളെ ഈ ഒരു ഇന്ത്യയിലില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. സോ ഈ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് ഇതുപോലെ ചീത്ത വിളിക്കുന്നത്, ഇതുപോലെ തന്തയില്ലാത്തരം കാണിക്കുന്നത്, ഇതുപോലെ വൃത്തിയോട് കാണിക്കുന്ന ഒരുപാട് പേരുടെ വിചാരമുണ്ട്. ഇവന്മാരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഇവന്മാർ ഭയങ്കര ഇതാണ്, ഭയങ്കര സീനാണെന്നൊക്കെ പറഞ്ഞാണ് വിചാരിക്കുന്നത്. നിങ്ങളടുത്ത് പറയുന്നത് നിന്നെയല്ല, നിന്റെ തന്തേനെ വരെ കണ്ടുപിടിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഇതിന്റെ പിന്നാലെ ഓടാൻ വയ്യാത്തതുകൊണ്ടാണ്, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇനി ടൈം കണ്ടുപിടിക്കാം. കാരണം ഒരുത്തനൊക്കെ ഇതുപോലെ ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴേ മറ്റോമാര് പേടിക്കത്തുള്ളൂ. ഇവന്മാരെ ബ്രാഞ്ച് എവിടെയാണ് നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതിപ്പോൾ ചെറിയ മൈരന്മാരെ കാര്യങ്ങൾ പറയുന്ന വലിയ മൈരന്മാരെ കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നതും ഇതുപോലത്തെ ആക്ട്രസ്മാർ മാത്രം പേടിച്ചാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയല്ല, എല്ലാവരും ഒന്ന് കരുതിയിരുന്നാൽ മതി. നമ്മുടെയൊക്കെ മക്കൾ, നമ്മളെയൊക്കെ അനിയന്മാർ, നമ്മളെയൊക്കെ സഹോദരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ആരെങ്കിലും ഏതെങ്കിലും പാരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാണാം ആരെയൊക്കെ കിട്ടുമെന്ന്.